അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഗർഭധാരണം എളുപ്പം നടക്കണമെന്നാണ് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഗർഭധാരണം നടക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരണമെന്നും നമുക്കറിയാം. സ്ത്രീകളിലാണെങ്കിൽ ഓവറികൾ, യൂട്രസ്, ഫല്ലോപ്പിയൻ ട്യൂബ്, വിവിധങ്ങളായ ഹോർമോണുകൾ, സർവിക്കൽ മ്യൂക്കസ്, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ. പുരുഷന്മാരിലാണെങ്കിൽ ബീജം വേണം, അതിൻ്റെ ഗുണഗണങ്ങൾ, ഹോർമോൺ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ തുടങ്ങി ആണിലും പെണ്ണിലും ഒട്ടേറെ ഘടകങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഗർഭധാരണം സാധ്യമാകുന്നത്. ഏതാണ് പ്രധാനമെന്ന് ചോദിച്ചാൽ സ്വാഭാവിക ഗർഭധാരണത്തിന് എല്ലാം പ്രധാനം തന്നെയാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സർവിക്കൽ മ്യൂക്കസിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സർവിക്കൽ മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. സ്ത്രീകളിലുണ്ടാകുന്ന യോനീസ്രവം അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് എന്നും ഇതിനെ പറയുന്നു. ഗർഭധാരണം സാധ്യമാകുന്നതിൽ ഈ സർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുൻ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ബീജങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫെലോപ്പൻ ട്യൂബ് വഴി അണ്ഡത്തിലെത്തിച്ചേരാൻ ഇത് സഹായിക്കുന്നു. ഇതിലൂടെ അണ്ഡവും ബീജവുമായി സംയോഗം നടന്ന് ഗർഭധാരണവും നടക്കുന്നു. ഈ വജൈനൽ സ്രവം ബീജത്തിന്റെ ആരോഗ്യത്തിനും പ്രധാനമാണ്. സ്ത്രീകളുടെ ശരീരത്തിൽ വ്യത്യസ്ത രൂപത്തിലാണ് ഈ മ്യൂക്കസ് ഉണ്ടാവുന്നത്. ഓരോ മാസത്തിലെയും വ്യത്യസ്ത ദിവസങ്ങളിൽ, ആർത്തവത്തിന് മുമ്പ്, ആർത്തവത്തിന് ശേഷം, ആർത്തവ ചക്രത്തിന്റെ മധ്യത്തിൽ, മാസാവസാനത്തിൽ, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വ്യത്യസ്ത രൂപത്തിലാണ് ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. പ്രധാനമായും 4 രൂപത്തിൽ ഈ ഡിസ്ചാർജ് ഉണ്ടാകുന്നു. അതിലൊന്നിലാണ് ഗർഭധാരണം നടക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. സ്ത്രീകളുടെ ശരീരത്തിലെ ഹോർമോൺ ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് ഈ മ്യൂക്കസുകളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നത്. സെർവിക്കൽ മ്യൂക്കസുമായി ബന്ധപ്പെട്ട് ചിലർക്ക് തെറ്റുപറ്റാറുണ്ട്. അതായത് സെർവിക്കൽ മ്യൂക്കസ് തിരിച്ചറിയാൻ കഴിയാതെ പോകാറുണ്ട്. ഉദാഹരണത്തിന് ലൈംഗിക ബന്ധ സമയത്ത് അല്ലെങ്കിൽ ലൈംഗിക താല്പര്യമുണ്ടാകുമ്പോൾ യോനി ഭാഗത്ത് സ്രവമുണ്ടാകുന്നത് സാധാരണയാണ്. ഇത് സെർവിക്കൽ മ്യൂക്കസ് അല്ല. സെർവിക്കൽ മ്യൂക്കസ് ആണ് ഓവുലേഷൻ അഥവാ അണ്ഡവിസർജനത്തെക്കുറിച്ച് നിങ്ങൾക്ക് സൂചന തരുന്നത്. ഓവുലേഷൻ സമയത്ത് മ്യൂക്കസ് കോഴിമുട്ടയുടെ വെള്ള പോലെ അല്ലെങ്കിൽ ഒരു പച്ച വെണ്ടക്ക മുറിച്ചാൽ ഉണ്ടാകുന്ന പോലെ ഒരു കൈവിരലിൽ വലിച്ചാൽ നീളുന്ന സ്വഭാവത്തിൽ ഇലാസ്റ്റിക് സ്വഭാവമുള്ള ഒരു മ്യൂക്കസ് ആണ് ഇത് ഓവുലേഷൻ സമയത്തുണ്ടാകുന്നത്. മ്യൂക്കസുകളെ പ്രധാനമായും 4 ടൈപ്പായി വേർതിരിച്ചിട്ടുണ്ട്. എൽ ടൈപ്പ് മ്യൂക്കസ്, എസ് ടൈപ്പ് മ്യൂക്കസ്, ജി ടൈപ്പ് മ്യൂക്കസ്, പി ടൈപ്പ് മ്യൂക്കസ് എന്നിങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത്. മ്യൂക്കസിൻ്റെ സ്വഭാവം അഥവാ ഘടന അനുസരിച്ചാണ് ഇങ്ങനെ വേർതിരിച്ചത്. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ നിലക്കനുസരിച്ച് നിങ്ങളിലെ ഓവുലേഷൻ്റെ മുന്നേ സെർവിക്സിലെ പ്രത്യേകതരം ഗ്രന്ഥികളിൽ നിന്നാണ് ഈ 4 ടൈപ്പ് മ്യൂക്കസും സൃഷ്ടിക്കപ്പെടുന്നത്. ഗർഭധാരണ സാധ്യതയില്ലാത്ത സമയങ്ങളിൽ, അതായത് ഓവുലേഷൻ പീരീഡ് അല്ലാത്ത സമയത്തൊക്കെയുള്ള മ്യൂക്കസ് കട്ടിയുള്ളതും നല്ല കടുപ്പമുള്ളതുമാണ്. ഇതിനെയാണ് ജി ടൈപ്പ് മ്യൂക്കസ് എന്ന് വിളിക്കുന്നത്. ഈ മ്യൂക്കസ് ബീജങ്ങളെ യൂട്രസിലേക്ക് കടത്തിവിടുകയില്ല. ഈസ്ട്രജൻ നില ഉയരുമ്പോൾ സെർവിക്സിൽ കുറച്ചുകൂടി കട്ടി കുറഞ്ഞ് ദ്രാവക രൂപത്തിലേക്ക് മാറിയ സ്രവം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതാണ് എൽ ടൈപ്പ് മ്യൂക്കസ്. ഇതോടെ വജൈനയിൽ പതിയെ സ്നിഗ്ധത ഉണ്ടാവാൻ തുടങ്ങും. നിങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഓവുലേഷൻ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്. അടുത്ത ഘട്ടത്തിലാണ് എസ് ടൈപ്പ് മ്യൂക്കസ് ഉൽപാദനം നടക്കുന്നത്. അണ്ടോൽപാദനം അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ മ്യൂക്കസ് വലിച്ചു നീട്ടാൻ കഴിയുന്നതും വഴുവഴുപ്പുള്ളതുമായിരിക്കും. ഇതാണ് നേരത്തെ പറഞ്ഞ കോഴിമുട്ടയുടെ വെള്ള പോലെയുള്ളത്. എന്നാൽ ചിലർക്ക് ഈ സമയത്ത് നേരത്തെ പറഞ്ഞ എൽ ടൈപ്പ് മ്യൂക്കസും എസ് ടൈപ്പ് മ്യൂക്കസും ഇടകലർന്ന രൂപത്തിലും ഉണ്ടാകും. അവസാന ഘട്ടത്തിൽ, അതായത് ഓവുലേഷൻ നടക്കുമ്പോൾ മ്യൂക്കസിന് അതിൻ്റെ വലിച്ചു നീട്ടുന്ന സ്വഭാവം, ഇലാസ്റ്റികത കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നു. അതാണ് പി ടൈപ്പ് മ്യൂക്കസ്. ഈ സമയത്ത് മ്യൂക്കസിൽ പൊട്ടാസ്യം കണ്ടന്റ് കൂടുന്നതിനാലാണ് ഇത് പി ടൈപ്പ് മ്യൂക്കസ് എന്ന് വിളിക്കപ്പെടുന്നത്. അവസാന ഘട്ടത്തിലുള്ള ഈ സ്രവം കട്ടി കുറഞ്ഞതും കൂടുതൽ വഴുവഴുപ്പുള്ള സ്വഭാവമാണ് ഇതിനുള്ളത്. നിങ്ങളുടെ ആർത്തവ സൈക്കിളിൽ ഏറ്റവും കൂടുതൽ ഗർഭസാധ്യതയുള്ള ദിവസവും ഈ പി ടൈപ്പ് മ്യൂക്കസ് ഉണ്ടാവുന്ന ദിവസമാണ്. ഒന്നുകിൽ ഓവുലേഷൻ നടക്കുന്ന ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമായിരിക്കും ഈ മ്യൂക്കസ് ഉണ്ടാവുക. ഈ മ്യൂക്കസ് കൃത്യമായി ഉണ്ടാവുക, അത് തന്നെ ആരോഗ്യത്തോടെ ഉണ്ടാവുക എന്നത് നിങ്ങളുടെ ഗർഭസാധ്യത ഏറ്റവും കൂടുതൽ ഉയർത്തുന്നു. ഇനി ആക്റ്റീവ് ബീജങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ തന്നെ നിങ്ങളിലെ മ്യൂക്കസിന് ഉയർന്ന നിലവാരമുണ്ടായാൽ ഗർഭധാരണ സാധ്യത വളരെ കൂടുതലാണ്. സെർവിക്കൽ മ്യൂക്കസിന്റെ സാന്നിധ്യം നിങ്ങളിലെ ഓവുലേഷൻ
ഓവുലേഷൻ സമയം കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾക്കറിയുമല്ലോ. അതിനു പുറമെ സെർവിക്കൽ മ്യൂക്കസിന്റെ അളവും ഗുണവും വർദ്ധിപ്പിക്കുക എന്നതും പ്രധാനമാണ്. എന്നാൽ ചിലരിൽ ഓവുലേഷൻ സമയത്ത് മ്യൂക്കസ് സാന്നിധ്യം തന്നെ അറിയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് പോലും അറിയാനും കഴിയാതെ വരുന്നു. ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ നേരത്തെ പറഞ്ഞ പി ടൈപ്പ് മ്യൂക്കസ് ഉണ്ടാകുന്നു എങ്കിൽ ഒരു പക്ഷേ ആ മാസം തന്നെ നിങ്ങളിൽ പലർക്കും ഗർഭധാരണം നടക്കും. പലപ്പോഴും വലിയ പ്രശ്നങ്ങളെ കൊണ്ട് മാത്രമല്ല ഗർഭധാരണം നടക്കാതെ വരുന്നത്. അതേപോലെ തന്നെ മ്യൂക്കസ് അസിഡിറ്റി സ്വഭാവം കൂടുതലുണ്ടെങ്കിൽ ബീജങ്ങൾ നശിച്ചു പോകുന്നു. അത്തരം അവസ്ഥ ഉണ്ടാകുന്നത് ഗർഭധാരണം നടക്കാതെ പോകാൻ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ മ്യൂക്കസ് ഉണ്ടാവാനും അത് ആരോഗ്യകരമാവാനും വേണ്ട കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതിനു വേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. ഈ ഒരു പ്രശ്നം കൊണ്ട് ഗർഭധാരണം നടക്കാത്തവർക്ക് ആർത്തവശേഷം ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ആ മാസം തന്നെ ഒരു പക്ഷേ ഗർഭിണിയാവാൻ കഴിഞ്ഞേക്കാം. ഒന്നാമതായി നന്നായി വെള്ളം കുടിക്കണം. സെർവിക്കൽ മ്യൂക്കസിന്റെ 96% വെള്ളമാണ്. വെള്ളം കൂടി കുറയുന്നവരിൽ മ്യൂക്കസ് അളവും കുറയുന്നു എന്ന് മാത്രമല്ല, ആവശ്യത്തിന് വെള്ളമില്ല എങ്കിൽ അതിൻ്റെ സ്വഭാവവും മാറും. അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ, ഇൻഫെക്ഷൻ, ഇതൊക്കെ പരിഹരിക്കാനും വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. ആർത്തവം തുടങ്ങുന്ന മുതൽക്കേ തന്നെ ഫ്ലക്സ് സീഡ് നിങ്ങൾ കഴിക്കുക. അത് ഹോർമോണുകളെ നിയന്ത്രിക്കാനും ഗർഭപാത്രത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇതിനു പുറമെ ഒലിവ് ഓയിൽ, ഇലക്കറികൾ, അവോക്കാഡോ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഗ്രീൻ ലീഫി പച്ചക്കറികൾ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരം സെർവിക്കൽ മ്യൂക്കസ് ഇതിൻ്റെയൊക്കെ അസിഡിറ്റി സ്വഭാവം ഇല്ലാതാക്കാൻ സഹായിക്കും. ബീജകോശങ്ങൾ നിലനിൽക്കുക ആൽക്കലൈൻ സ്വഭാവമുള്ള അന്തരീക്ഷത്തിലാണ്. സ്ത്രീയുടെ ശരീരത്തിൽ അസിഡിറ്റി കൂടിയാൽ സ്വാഭാവികമായും യോനീസ്രവവും അസിഡിറ്റി ഉള്ളതായി മാറും. അതുകൊണ്ട് തന്നെ ഗ്രീൻ ലീഫി പച്ചക്കറികൾ, ആൽക്കലൈൻ ഫുഡുകൾ എന്നിവ ഈ ദിവസങ്ങളിൽ കഴിക്കുക. ഈത്തപ്പഴം, കുക്കുംബർ, ബീൻസ് ഇതൊക്കെ ആൽക്കലൈൻ ഫുഡുകളാണ്. ആണുങ്ങളും ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ബീജത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് പ്രത്യേകം പ്രാധാന്യം കൊടുക്കുക. ദിവസം ഒരു പേരക്ക അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഇതൊക്കെ കഴിക്കുക. ചായയും കോഫിയും പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ചിലർക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ചായ നിർബന്ധമാണ്. ഈ സ്വഭാവം മാറ്റണം. രാവിലെ വെറും വയറ്റിൽ തന്നെ ചായ കുടിക്കരുത്. പകരം വേറെ എന്തെങ്കിലും കുടിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ചോക്ലേറ്റ്, മിഠായി, മധുരപലഹാരങ്ങൾ ഇതൊന്നും കഴിക്കരുത്. ഒരു മിഠായി കഴിക്കുമ്പോൾ അത് ചെറുതല്ലേ, അതുകൊണ്ട് എന്താവാനാ എന്നാണ് നമ്മൾ ചിന്തിക്കുക. എന്നാൽ അതല്ല, ശരീരത്തിലെ ഹോർമോൺ നിലയെ തന്നെ മാറ്റിമറിക്കാൻ അത് മതിയാകും. വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഏറെ സഹായിക്കും എന്ന് മാത്രമല്ല, അതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ ഉള്ള ഒന്നാണ് ക്യാരറ്റ്. അതുകൊണ്ട് ക്യാരറ്റ് ധാരാളം കഴിക്കണം. സലാഡായോ ജ്യൂസായോ ക്യാരറ്റ് കഴിക്കുക. മുന്തിരി ജ്യൂസ് ആർത്തവം തുടങ്ങുന്ന ദിവസം മുതൽ ഓവുലേഷൻ ദിവസം വരെ എല്ലാ ദിവസവും കുടിക്കുക. സെർവിക്കൽ മ്യൂക്കസിന്റെ ഗുണനിലവാരം കൂട്ടാനും അളവ് കൂട്ടാനും മുന്തിരി ജ്യൂസ് ഏറെ സഹായിക്കും. മ്യൂക്കസ് കുറവുള്ളവർക്ക് ഇത് നല്ലപോലെ ഫലം ചെയ്യും. ഒരാർത്തവമാവുന്ന ദിവസം മുതൽക്കേ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഗർഭധാരണത്തിനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുന്നു. ആർത്തവമാവുന്നതോടെ ഹോർമോൺ പ്രവർത്തനങ്ങൾ തകൃതിയായി ആരംഭിക്കും. അതുകൊണ്ട് തന്നെ ആർത്തവമായ ഒന്നാമത്തെ ദിവസം മുതലേ സന്തോഷത്തോടെ തന്നെ കഴിയുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗർഭധാരണം പ്രതീക്ഷിച്ചു നിൽക്കുന്ന അധിക പേരും പീരിയഡ് ആയാൽ കടുത്ത നിരാശ കാണിക്കും, ടെൻഷനാവും. എന്നാൽ ഇത് വലിയ ദോഷമാണ് ഉണ്ടാക്കുക. നിങ്ങളുടെ ടെൻഷനും മാനസിക സമ്മർദ്ദങ്ങളും എല്ലാം ഈ സമയം മുതലേ ഒഴിവാക്കുന്നത് നിങ്ങളിലെ ഹോർമോൺ നില നോർമലായി നിലനിൽക്കാനും ആരോഗ്യമുള്ള അണ്ടമുണ്ടാവാനും ഗുണമേന്മയുള്ള സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകാനും നിങ്ങളെ സഹായിക്കും. അതുണ്ടായാൽ നിങ്ങളുടെ ഗർഭധാരണവും എളുപ്പമാകും. ചിലപ്പോൾ ഈ മാസം തന്നെ ഗർഭിണിയാവുകയും ചെയ്യും. നിങ്ങളുടെ ഗർഭധാരണത്തെ സാധ്യമാക്കുന്നതിൽ സെർവിക്കൽ മ്യൂക്കസിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, മതിയായ ഉറക്കം, നിങ്ങളുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം, നിങ്ങളുടെ മാനസികാരോഗ്യം ഇതൊക്കെ സെർവിക്കൽ മ്യൂക്കസിനെ കൂടി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്നത് മറന്നു പോവാതിരിക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.